തന്നെ മന്ത്രം ചെയ്തിടുന്നത്. അതിന് പോകും ഞാനും അന്നേരം തേരിലേറ്റി കൊണ്ടുപോയിക്കൊണ്ടിടുമെന്ന് എന്തെങ്കിലും നല്ല സമയം ഉണ്ടായി വരും. പാദാംബുജരജസ് ഉത്തമാംഗത്തിൽ ചെറുപ്പഭൂഷണ അതേ തൊൽപാദാംബുജരജസ് ഉത്തമാംഗത്തിൽ ചെറുപ്പഭൂഷണ വിധി ചക്രാതി ജനമ പോലെ ഇത്രയും വസിക്കുന്നു. അത്ര മഹാത്മ്യമുള്ള നിന്നുടെ കൃപ അത്ര മഹാത്മ്യമുള്ള നിങ്ങളുടെ കൃപ നമുക്ക് എത്തുകയില്ല എന്നാണ് വെച്ചിനെയൊന്നും ജീവൻ നീ കാരണതമമായി വർഷമിത്യാനന്ദാകാരാദികളെയും ധരിച്ചു പോരവനെയാണ് ഞാൻ തപം ചെയ്തിട്ട് അറിയാൻ കൊണ്ട് വേണമെന്നാലും വരെ ബ്രഹ്മത്തെ ചേർന്നു കൊള്ളുന്നതുണ്ട്. ഞാനും ഇന്നവയെല്ലാം ചെന്നു കൃഷ്ണനെ കേൾപ്പിക്കാണ് എന്നെ വൈദർഭ്യം ചൊല്ലി അയച്ചത് മാധവ ജഗത്പതേ മലലോചന സർവവന്തിത മലലോചന സർവവന്തിത മധുരി പോലെല്ലാം ഉള്ളവരവസ്ഥൂർത്തൂപമാനിങ്ങനെ വേണ്ടുന്ന വേഗനല്ലോ സുന്ദരിമാരിൽ വെച്ചിട്ട് ക്രിയായിരിപ്പോര് സുന്ദരി രുക്മിണിവാക്യം വിട്ടുവന്നാസും ചെയ്തു മാധവൻ വിപ്രവരൻ തന്റെ കയ്യും പിടിക്കാൻ മോശം ചെന്ന് സുന്ദരിയായിട്ട് രുക്മിണിക്കന്നെ നീയത്ര നന്ദിച്ചോരൻ രാഗമുണ്ട് എന്നങ്ങിരിക്കലോ എന്നവന്റെ തവല്ലിപ്പന്നെയും വന്നു ഞാനും മുന്നമേ ഞാനും ഇത് മുഖത്ത് വസിക്കുന്നു. പുഷ്കരൻ യാത്രയാരും ഓർത്തന്നില്ല എനിക്ക് ഇപ്പോൾ ചിന്താബോധമില്ല. അത്ര രുക്മിക്കലോട് തന്നെ ബോധമുള്ളതിൽ ഇപ്പോൾ രുക്മിണിയെന്ന് രുക്മിണി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ പരബ്രഹ്മണേ നമഃ. കൃഷ്ണായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാവരും ഒരിത്തിരി നേരം ശ്രദ്ധയോടുകൂടി, ചൂടുണ്ട്, മഴക്കാറ് കാണുന്നെങ്കിൽ ചൂടുണ്ട്, എനിക്കും അറിയാം. കാലാനുസൃതമായിട്ട് നമ്മളത് പെരുമാറുകയും വേണമെന്നും അറിയാം. എങ്കിലും ഇന്ന് നമ്മളറിയാതെ പോകുന്ന അക്കാദമിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ധാരാളം ഉണ്ടായാലും ഈ ഒരു ആധ്യാത്മിക പരിവേഷം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം വിവാഹം എന്ന് പറയുന്ന അനന്തമായ, അപരിമേയമായ, അനിർവചനീയമായ, വിവരണാതീതമായ ഒരു സംസ്കാരമാണ്. അതുകൊണ്ടാണ് 7 യജ്ഞങ്ങൾ കഴിഞ്ഞു 8ാമത്തെ യജ്ഞത്തിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് വിവാഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്. ഞാൻ പറഞ്ഞ് കൃത്യസമയത്ത് വിവാഹം നടത്തും, സംശയമൊന്നും വേണ്ട. പക്ഷേ സമാധാനമായിട്ടിരുന്നേ പറ്റുള്ളൂ. കസേരയിലിരുന്ന് സംസാരിക്കരുത്. കാരണം നമ്മളൊക്കെ ഞാനും നിങ്ങളും എല്ലാവരും കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാത്ത കുറേ പിള്ളേരെ കൂടി ഇരിപ്പില്ല. വളർന്നു വരുന്നവർ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ അവർക്ക് പകരണ്ടേ. അല്ല, നമ്മൾ പൈസയൊക്കെ ചിലവാക്കിയത് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന സമ്പ്രദായമാണോ ചിന്തിക്കുക. അപ്പോൾ അവർ കൂടി അത് നമ്മൾ കൈമാറുകയാണ്, സന്ദേശം കൈമാറുകയാണ്. വിവാഹം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ സംസ്കാരം, ഗർഭാധാനം, പുംസവനം, സീമന്തം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകർമ്മം, കടീബന്ധം തുടങ്ങിയ നാമകരണം, ഉപനയനം, വിദ്യാഭ്യാസം, സമാവർത്തം, വിവാഹം, പിന്നെ വാനപ്രസ്ഥം, അന്ത്യേഷ്ടി. ഇതാണ് 16 സംസ്കാരങ്ങൾ. ഇതിനെ പറയുന്നത് ഷോഡശ സംസ്കാരങ്ങൾ എന്നാണ്. ഇത് സംസ്കാരമാണ്. സംസ്കാരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സംസ്കരിച്ച് വെച്ചിരിക്കുന്നത്, പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, കറപ്ഷൻ ഇല്ലാത്തത്, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഈ സന്ദർഭത്തിലെ ഈ വിവരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുവാനും അത് വരാൻ പോകുന്ന ഒരു തലമുറയുടെ ആവശ്യമായി തന്നെ പരിണമിക്കുകയും ചെയ്യും. അതാണ് ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചുരുക്കി ഞാൻ പറയുന്നത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശിവാഗമം എന്ന് പറയുന്ന പരശുരാമ കൽപ്പസൂത്രത്തിൻ്റെ ഒരു ഭാഗമാണ് വിവാഹധർമ്മം പറയുന്നത്. അത് നമ്പൂതിരിമാർ പറഞ്ഞാൽ അവർക്കാണ് കുറേ വേളികർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായതുള്ളത്. പക്ഷേ ഇത് ജനകീയമാക്കി മാറ്റിയത്
ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ മാധവിജി തുടങ്ങിയവരാണ് ഇതൊന്ന് ക്രമപ്പെടുത്തി നമുക്ക് തന്നത്. വിവാഹത്തിൻ്റെ ധർമ്മം നമ്മൾ അറിയണം. അവിടെ അവർ പരസ്പരം ജനിച്ചത് പല ജാതികളിലാണെങ്കിൽ തന്നെയും അവർ ഏകീയമായി നിന്നുകൊണ്ട് ഒരു ഏകീകരണം വേണം, നാനാത്വത്തിൽ ഏകത്വം എന്ന സിദ്ധാന്തമാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. വിവാഹം ആർഭാടത്തിനോ മറ്റൊന്നിനോ അല്ല ഇതിന് സ്ഥാനം. പിന്നെന്താണ്? ആർഭാടത്തിനല്ല ഇത് നമ്മൾ ഉപയോഗിക്കുക, അതും വേണം, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ആർഭാടത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വസ്തു ശുദ്ധമായിരിക്കണം. അതാണ് വേദാന്തർഗതമായ ശ്രീസൂക്തം എന്ന് പറയുന്ന ഹിരണ്യവർണ്ണാം ഹരിണീം സുവർണ രഥശ്രതാം ചന്ദ്രാം ഹിരണ്മയീം ലക്ഷ്മീം യാദവേരോമ അവഹ എന്ന് തുടങ്ങുന്ന മഹാമന്ത്രത്തിൻ്റെ അവസാനം അതൊക്കെ സംസാരിക്കും. അവസാനം പറയുന്നു ധനം അഗ്നിർ ധനം വസു ധനം, ഇതെല്ലാം ധനമാണ്. നമുക്ക് സമ്പത്ത് കൂടി തരുന്ന ഒന്നാണിത്. പക്ഷേ ആ ധനം സമാർജിച്ചെടുക്കുന്നത് ധാർമ്മികമായ ബോധത്തോടു കൂടി ഉള്ളതാകുമ്പോൾ ആർഭാടം ചെയ്യാമെന്നാണ്. ഇതെല്ലാം തിരിച്ച് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്യന്താധുനിക വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ആത്മീയതയിൽ നിന്നുകൊണ്ട് മനസ്സിലാവണുണ്ടോ പറയുന്നത്? ആത്മീയതയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ആധുനിക ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നവയാണ് നിങ്ങളോട് പറയുന്നത്. ഒരു വിവാഹത്തിന് ഇത് പറയണമോ എന്ന് ചോദിച്ചാൽ, ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കലവറ, ഒരു ട്രഷറി ആണ് യഥാർത്ഥത്തിൽ. പറഞ്ഞാൽ തീരില്ല. പിന്നെ എന്തെങ്കിലും 1-2 പോയിന്റുകൾ മാത്രം നമുക്ക് ആവശ്യമായി പറയുകയാണ്. എല്ലാം കൂടെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനും പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചതിനൊരു ഉത്തരം പറഞ്ഞാൽ, അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ആൻസർ ചെയ്യും. വിവാഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് അങ്ങ് ചോദിച്ചു പോയതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വിവാഹധർമ്മമെന്ന് നിങ്ങൾ 7 പ്രാവശ്യം കേട്ടില്ലേ? പറഞ്ഞു കാണുമല്ലോ, നമ്മൾ മറന്നുപോയി. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കാണില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞശാലകളിൽ ചെന്ന് വേറെ ഏതൊരു ആചാര്യനാണെങ്കിലും ഞാൻ കുറ്റം പറയുകയല്ല, അദ്ദേഹം ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ്ലി അവർ പെട്ടെന്ന് തന്നെ എടുത്ത് ആൻസർ അങ്ങ് പറയും. ആ രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്, കള്ളത്തരമൊന്നും പറയുകയില്ല. നമ്മൾ ഇതിനൊക്കെ കൂടെ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത്. ജ്ഞാനയജ്ഞം ബാക്കിയെല്ലാം സെക്കൻഡറി ആണെന്ന് ഞാൻ പറയാറുണ്ട്. പറയൂ, ആർക്കെങ്കിലും അറിയാമോ ഇത്? വിവാഹം എന്ന് പറയുന്ന വാക്കിൻ്റെ എന്തെങ്കിലും ഒന്ന് പറയും, മോഡേണായിട്ടൊരു വാക്ക് പറഞ്ഞാലും മതി. മിണ്ടുന്നില്ല ആരും. എന്തിനാ ഇപ്പോൾ 5 ദിവസമല്ലേ എന്നെ പേടിക്കുന്നത്? തൂക്കിയെടുത്ത് 62 കിലോ ഇല്ല ഞാൻ, പിന്നെ എന്തിനാ എന്നെ പേടിക്കുന്നത്? സിസ്റ്റർക്ക് അറിയില്ല, അതുകൊണ്ട് ഇനി അമ്മയ്ക്കും അറിയില്ല. അതുപോലെ പോയോ? ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, മംഗല്യസൂത്രം ശ്രദ്ധിക്കുക. ഈ പോയിന്റുകൾ ശ്രദ്ധിക്കുക, കാരണം കല്യാണം കഴിക്കാനുള്ളവരോട് ഇരിപ്പുണ്ട്. മംഗല്യസൂത്രം ധരിപ്പിച്ചു കഴിഞ്ഞാൽ സിന്ദൂരം എന്ന് പറയുന്ന സാധനം ചുവപ്പ് കളറാണ്. പച്ചയും നിലയും ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ചുവപ്പ് കളറല്ല, അത് പ്രത്യേകം സൃഷ്ടിയുടെയാണ്, രജോ ഗുണത്തിൻ്റെയാണ് വരുന്നത്. രജോ ഗുണപ്രധാനാണ് ബ്രഹ്മാവ്. അപ്പോൾ നമ്മൾ പോകുന്നത് സൃഷ്ടി കർമ്മത്തിനാണ്, അല്ലേ? ധാർമ്മികമായ ചിന്തയാണല്ലോ, മറ്റേതല്ല, വികാരമല്ല. ഞാൻ പറയും വിവേകമാണ്. അതിപ്പോൾ മന്ത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സിന്ദൂരമെടുത്ത് നേർരേഖയിൽ വയ്ക്കുന്നു. ഈ നേർരേഖയിൽ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ നേർരേഖയിൽ വെച്ച് കഴിയുമ്പോൾ ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയാണല്ലോ, പെൺകുട്ടിയുടെ കൈതാ ഇങ്ങനെ വെച്ചിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരങ്കുലം അല്ലേ, ഇങ്ങനെ വെച്ചിട്ട് പാദം മുതൽ, ഇപ്പം നോക്കണ്ട, വീട്ടിൽ പോയാൽ മതി. വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പാദം മുതൽ ഈ ശിരസ് വരെ ഒന്ന് നോക്കുക. നോക്കുമ്പോൾ അവരവരുടെ ശരീരത്തിലെ അവരവരുടെ അവയവങ്ങൾ അനുസരിച്ച് വരും. അത് 6 അടി 5 ഇഞ്ച് ആയാലും 4 അടി 3 ഇഞ്ച് ആയാലും അത് എത്രയായാലും ശരി, 12 അങ്കുലം വരും അവരവരുടെ ശരീരത്തിൽ. പറയുന്നത് മനസ്സിലാവണമുണ്ടോ? 12 അങ്കുലം. ദ്വാദശോ അങ്കുല ഇതി ശ്രേഷ്ഠ, അതിൻ്റെ സംസ്കൃതം. മലയാളം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 12 അങ്കുലം വരുമ്പോൾ ഇതെന്താണ് പറയുന്ന പേര്? സിന്ദൂരം ഇടുന്ന സാധനത്തിന് നിങ്ങൾ പറയുന്ന പേരെന്താണ്? നിങ്ങളിവിടെ പറയുമ്പോൾ അത് കറക്റ്റ് ആകും. അതുകൊണ്ടാണ് സീമന്തരേഖ. സീമന്തരേഖ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സീമന്തം. സീമ എന്ന് വെച്ചാൽ പരിധി എന്നാണ്. എന്തിൻ്റെ? ആത്മാവിൻ്റെ പരിധി. സീമം അന്തം എന്താണ്? അവസാനം, അല്ലേ? ആത്മാവിൻ്റെ അവസാനം. ആരാ കൈവച്ചിട്ടത്? ആരാ ഈ നേർരേഖയിൽ ഇട്ടത്? പുരുഷനല്ലേ? ഏത് വിരലുകൊണ്ടായിട്ട് ഇത്രത്തോളം ശാസ്ത്രീയമായിട്ട് ആക്യുറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംസ്കാരമാണ്. കണ്ടതും കേട്ടതും പറഞ്ഞു പോകുന്ന അല്ല ഈ വിഷയം. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്.
ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക. ഞാൻ കൃഷ്ണന്റെ ജ്ഞാനത്തിൽ പറയുകയാണ്. ഇതേ ജ്ഞാനമാഖ്യാതാം ദുഃഖ്യാൽ ദുഃഖ്യതമയം അശേഷേണ വിമർശിതേ യഥേച്ഛസി തഥാ ഗുരു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, കൃഷ്ണൻ അർജുനോട് പറഞ്ഞാണ്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഞാൻ വാക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക. ക്രിട്ടിക്കലി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് നിന്റെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നീ ഇതിനെ വിശകലനം ചെയ്തിട്ട് നീ വേണ്ടത് സ്വീകരിക്കുക, വേണ്ടാത്തതിനെ തള്ളിക്കളയുക. അടിച്ചേൽപ്പിച്ചില്ല. ഇവിടെ നമ്മുടെ സംസ്കാരത്തിൽ ഒന്നും അടിച്ചേൽപ്പിച്ചില്ല. തുറന്നു പറഞ്ഞ ആ കൃഷ്ണൻ, ആ പരമാത്മാവ് ഇവിടെ വിവാഹിതൻ ആകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് വിരൽ കൊണ്ടാണ്? മോതിരവില്ല്. എന്താ മോതിരവില്ല്? പറ്റിയ വിരലൊക്കെ ഇല്ലായിരുന്നു. ഒപ്പം വേറെ പിന്നെ എന്തിനാ ഇത് ഉപയോഗിച്ച്? പറയാതിരിക്കാൻ പറ്റില്ല തിയറി. അതുകൊണ്ടാണ്. ഇനിയെങ്കിലും മറ്റേ തലേ ദിവസം ഇപ്പം വേറെ ചില പരിപാടികളൊക്കെ ആണല്ലോ അല്ലേ നമ്മൾ നടത്തുന്നത്. പോട്ടെ, പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ വലിയ ഒരു നിലയും കാണില്ല, ചിലപ്പോൾ ഇത്തിരി ആട്ടമൊക്കെ വരും. അപ്പോൾ പിന്നെ ഏത് വിരൽ കൊണ്ടാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് മിക്കവാറും ഈ വിവാഹ മണ്ഡപങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ തലേ ദിവസം ഈ ഇതിൻ്റെ ചടങ്ങൊക്കെ നടക്കുമല്ലോ, ധാരാളം ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ പുരാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പുരോഹിതൻ പോയി തലേ ദിവസം എന്ത് മന്ത്രം ജപിപ്പിച്ചു. എന്തിനാ? ഇതൊരു ധർമ്മമാണ്. വിവാഹത്തിനോട്ട് ഇറങ്ങുമ്പോൾ ആ വിവാഹം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെ ആയിരക്കണക്കിന് പ്രതിബന്ധങ്ങളും പ്രതിബദ്ധതകളും ഉള്ളതാണ്. അതിനെ എല്ലാം ഫുൾ കൺട്രോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെരുക്കിയെടുക്കുന്ന ധർമാധിഷ്ഠിതമായൊരു ക്രിയയാണ്, സംസ്കാരമാണ് വിവാഹം. അതുകൊണ്ടാണ് ശാന്തിക്കാരോട് ചോദിച്ചു നോക്കൂ, നമ്മുടെ തിരുമേനിയോട് ചോദിച്ചു നോക്കൂ. ഈ വിരലെന്ന് പറയുന്നത് അനാമിക എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ് അനാമിക? ഇത് അമൃതത്തിൻ്റെ വിരലാണ്. അതുകൊണ്ട് അമൃതാണല്ലോ വേണ്ടത്. ആണോ? ഭാര്യാഭർത്താക്കന്മാർ കൂടിച്ചേർന്നാൽ അവർ തമ്മിൽ യഥാർത്ഥ ഒരു ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയുമാണ് അന്തർലീനം. പക്ഷേ ഇന്ദ്രിയങ്ങളും അതുപോലെയുള്ള നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം വരുമ്പോൾ അതിന് ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കുവാൻ ജരാനരകൾ ബാധിച്ചപ്പോൾ പാലാഴിമസനം നടത്തി അമൃതെടുത്ത് അത് മാറ്റുവാൻ മനസ്സിലാകുന്നത് പറഞ്ഞത്. അതുകൊണ്ട് അമൃതത്തിൻ്റെ വിരലാകുന്ന ഇതുകൊണ്ട് ഇവിടെ സൃഷ്ടികർമ്മത്തിന് ഏർപ്പെടാൻ പോവുക എന്നുള്ള ഒരു അടയാളം. ഏതുപോലെ? ഹമ്പ് കാണുന്നത് പോലെ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? ഒരു അടയാളം കൊടുത്തു. അപ്പം അവൾ ആരായി മാറി? സുമംഗലിയോ? അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തപ്പോഴുള്ള പേരാണ് ഞാൻ ചോദിക്കുന്നത്. വിവാഹത്തിന് ഞാൻ അന്യമായില്ല. ഈ ഭാര്യ പറഞ്ഞോ, പറയാനുണ്ടല്ലോ ഇഷ്ടം പോലെ പേരുകൾ പറഞ്ഞോ. ഇത് തമ്മിലേ കൂട്ടി യോജിപ്പിച്ചില്ലേ? അപ്പം സാധാരണ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? രണ്ടും കൂടെ ചേർത്ത് സംബന്ധം ഭർത്തൃമതി വൈഫെന്ന് പറഞ്ഞു. സുമംഗലി പറഞ്ഞോ, തിരിച്ചറിയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പൊ എത്ര പേര് വന്നു? ക്വസ്റ്റ്യൻ ടു ആൻസർ. ഞാൻ ചോദിച്ചതിന് ഒന്നേ ഉള്ള ആൻസർ. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും മനസ്സിലാവണില്ല. ഈ സ്ത്രീയുടെ 12ാമത്തെ അങ്കുലത്തിൽ പുരുഷനാകുന്ന വ്യക്തി ഈ സിന്ദൂരം ചേർത്തപ്പോൾ എന്തായി മാറി? താതാത്മ്യം പ്രാപിച്ചു. അപ്പൊ അതിന് പറയുന്ന പേരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇതിന്റെ ഞാൻ പ്രഭാഷണത്തിൽ എൻ്റെ പേരിപ്പോ വന്നു, എന്നിട്ട് പോലും പറയാൻ പറ്റുന്നില്ല. ചേർച്ച എന്താണ്? പറ. എന്തിന്റെ ചേർച്ച? അതാ ചോദിക്കുന്നത്. ശരീരവും തമ്മിലുള്ളതല്ല, അത് സെക്കൻഡറി. പിന്നെന്താണ്? ആ ആത്മാവ്. മനസ്സൊന്നും ചേരാനും ഇന്ന് ഒരിക്കലും പറ്റില്ല. പറ്റുമോ? എൻ മനസ്സാന മനതേ ഏനാഹൂർമ്മ. ഞാൻ ചിന്തിക്കുന്നതായിരിക്കില്ല അയാൾ ചിന്തിക്കുന്നത്. അത് ബോധതലമാണ്. അതൊക്കെ ആധ്യാത്മികയിൽ പോകണം. ഇപ്പൊ പറഞ്ഞതൊന്നും ആർക്കും അത് നമുക്ക് ദഹിക്കില്ല. ചൂട് കൂടിയിരിക്കുകയാണ്. കാരണം നമ്മൾ തന്നെ അല്ലേ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ആ വാക്കിന്റെ ഒറ്റ അർത്ഥം എന്താണ്? ഇനി ചോദിച്ചാൽ കണ്ണടച്ച് കിടന്നുറങ്ങിയാലും ശരി പറയണം ചേർച്ച. പിന്നെ കല്യാണമെന്നും പറയാം, വിവാഹമെന്നും പറയാം. മനസ്സിലാകുന്നില്ല? മാരേജ് എന്നും പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ പറഞ്ഞാലും അതിൻ്റെ അന്തസത്ത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരത്തിലിരിക്കുന്ന 20,080 പ്രാവശ്യം ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണും ആണും തമ്മിൽ ഒന്നായിത്തീരുന്നത് ചേർച്ച. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? പിന്നെ ഈ ചേർന്ന് കഴിഞ്ഞാൽ ഈ പെണ്ണിന് പറയുന്ന പേരെന്താണ്? ഇത് രണ്ടും പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കറക്റ്റ് 11 വിവാഹം നടക്കും. വിഷമിക്കണ്ട. മോനെ ഫാനം തിരിച്ചു വെച്ചോളൂ അവർക്ക്.
കാറ്റ് കിട്ടും. വിവാഹം കഴിയുന്ന ആ കുട്ടിക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണ് എന്നു കൊണ്ടുവരണം. സുമംഗലി എന്ന് പറയൂ. ഭാര്യ എന്ന് പറഞ്ഞു അല്ലേ? ആരാണ് ഭാര്യ എന്ന് പറഞ്ഞു? ആഹാ, ചോദിച്ച് പറഞ്ഞു കൊടുത്തല്ലേ ഇപ്പം? ഇല്ല, അല്ല, വന്നെന്തോ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞു. പണ്ടിതുപോലെ ഞാൻ എവിടെയോ ഒരു വേദിയിൽ ആദ്യം ചോദിച്ചപ്പോൾ ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു വൈഫ്, WIFE. അപ്പം തന്നെ ഞാൻ ഡെഫിനിഷൻ കൊടുത്തു. എ വണ്ടർഫുൾ ലൈഫ് അല്ലേ? ആണോ? ഇല്ലേ? എ വണ്ടർഫുൾ എൻജോയ്മെന്റ്. പറഞ്ഞല്ലോ അവിടെ പോലീസുകാരാണ്. ഇതൊക്കെ പല കേസുകളും കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് മിക്കവാറും അറിയാം. നീ എന്ന് ചോദിച്ചിട്ടാണല്ലോ അവിടെ ഡാ എന്ന ശബ്ദമേ ഉള്ളൂ, ഡി എന്നുള്ളതില്ല. ആ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വണ്ടർഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ എൻജോയ്മെന്റ് ആണോ വൈഫ്? അപ്പോൾ ഇവിടെ ഭാര്യ എന്ന് പറഞ്ഞപ്പോഴും അത് മനുസ്മൃതിയെ നമുക്കൊന്ന് സ്മരിക്കാം. എന്തുകൊണ്ടാണ്? കാര്യേഷു മന്ത്രി, കരുണേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ക്ഷമയാ ധരിത്രി, സ്നേഹേഷു മാത, ശയനേഷു വേശ്യ, ഷഡ്കർമ്മനാരി, കുലധർമ്മപത്നി എന്ന് നമുക്ക് പറയാം. മനസ്സിലാകുന്നുണ്ട്? സുമംഗൽ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? സഹധർമ്മിണി. വേദത്തിലെ വരികളല്ലേ ഇത്? എപ്പോഴും കേൾക്കുന്നുണ്ടാവും. ഓം സഹനാവവതുഹു, ലെറ്റ് us exist together. സഹവീര്യം കരവാവഹൈഹി, ലെറ്റ് us share the result of work together. പഴഞ്ചാനൊന്നുമല്ല ഇത്. അന്ന് ഇംഗ്ലീഷ് ഭാഷ ഇല്ലായിരുന്നു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഭൗതികവാദികൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഓം സഹനാവവതുഹു സഹനൗ ഭുനക്തുഹു സഹവീര്യം കരവാവഹൈഹി തേജസ്വിനാം അവധീതമസ്തു മാ വിദുഷാവഹൈഹി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ താലികെട്ട് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുവാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജപിക്കുമ്പോഴും മറ്റേത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ കൂടെ നടന്ന് നമ്മളെ സഹായിക്കാനായിട്ടുള്ള ഈ വിദ്യാഭ്യാസം കൂടുതലില്ലാത്ത മന്ത്രിയുടെ PA പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വയ്ക്കേണ്ട കാര്യമുണ്ടോ? IAS-കാരനല്ലേ എഴുതി കൊടുക്കണത്. ഇയാൾക്ക് അവിടെ നിന്ന് നോക്കി പറഞ്ഞാൽ പോരെ? പക്ഷേ ഇവിടെ ആരായിരിക്കണം? കാര്യത്തിൽ മന്ത്രിയാണല്ലോ. ആണോ? ഏത് മന്ത്രി? മന്ത്രയെ പോലുള്ള മന്ത്രിയല്ല. തലയുടെ ഉപദേശം കൊടുക്കുന്ന ആളല്ല. വിസ്തരിക്കുന്നില്ല. കാര്യേഷു മന്ത്രി, കരുണേഷു ദാസി, കരുണയിൽ ദാസി എന്ന് പറ്റൂ. ഇത് ആകുമോ? എന്താ അച്ഛൻ തന്നു വിട്ടത്? പറയുമൊക്കെ ഡോറി എന്താണ് ഇന്നതൊക്കെയാണ് കേൾക്കാൻ പറ്റുമോ? ആ പയ്യൻ ഇരിക്കുന്ന അപ്പുറം ഇരിക്കും. നമ്മൾ ഇന്നത്തെ അവസ്ഥ പല അനുഭവങ്ങളുള്ളതെന്ന് ഞാൻ പറയുകയാണ്. യജ്ഞശാലിയൊന്നും പലരും ദുഃഖം പറയാറുണ്ട്. ആരാണെന്നൊന്നും പറയാറില്ല സമയത്തും. അങ്ങനെയൊക്കെ ഒന്ന് ദുഃഖം പറയും. അപ്പോൾ കാര്യേഷു മന്ത്രി, കരുണേഷു ദാസി, രൂപത്തിൽ പിന്നെ ലക്ഷ്മിയാണോ എന്നറിയില്ല. എങ്ങനെയാ? കാരണം നല്ല ഒന്നാന്തരം കുഞ്ഞുങ്ങൾ. അല്ലാതെ ഒഴുകി വന്നാൽ ലക്ഷ്മിമാരെ പോലെ തോന്നുന്ന കുട്ടികളെയൊക്കെ ഈ കല്യാണത്തിന് മറ്റേ രാസൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്ന് ചോദിച്ചിട്ടെല്ലാം ഈ മാറ്റി വയ്ക്കുമ്പോഴുള്ള അവസ്ഥയൊക്കെ പറഞ്ഞു കേട്ടല്ലോ പാട്ടിൽ കൂടി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെയാണ് ഇത് ബ്യൂട്ടീഷ്യൻ്റെ സംഭവം. വേറെ നിർത്തിയിട്ട രീതിയിൽ ഒരുക്കി കൊണ്ടുവന്ന് അവിടെ നിർത്തും. പെണ്ണ് ഏതാന്ന് പോലും അറിയാൻ പറ്റത്തില്ല കല്യാണത്തിന് വരുന്നവർക്ക്. ഈ മാധവനാരുടെ മോളാണോ ഇത്? കണ്ടില്ല, നേരത്തെ കണ്ടത്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. കോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒരു 6 കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിധാനത്തെപ്പറ്റി നാളെ, ഇന്നിപ്പോൾ അത് സമയക്കുറവായതുകൊണ്ട് 7 മിനിറ്റേ ഉള്ളൂ. സമയക്കുറവായതുകൊണ്ട് നാളെ പുതിയലാഗമനത്തിൽ അത് വ്യക്തമായി ഞാൻ സംസാരിക്കും. എങ്കിലും അറിയേണ്ടത്, അപ്പം ഇവിടുത്തെ ഏറ്റവും, ഇനി കാര്യമായിട്ട് ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പന്നൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നു എങ്കിലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ വേണം. അയാൾക്ക് പറയുന്ന പേരാണ് വൈദികൻ, അല്ലെങ്കിൽ നമ്മുടെ ശാന്തികൾ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ആചാര്യ ഗുരു വേണം. ആ ഗുരു ഈ മണ്ഡപത്തിലേക്ക് കയറി നിന്നിട്ട് പിതാവിനെ വിളിച്ചു, ഈ കുട്ടിയെയും വിളിച്ചു, പിന്നെ കല്യാണം വന്നിരിക്കുന്ന വ്യക്തിയെയും വിളിച്ചിട്ട് ഈ വിരലുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ അതൊക്കെ മറന്നുപോയി. അപ്പോൾ ആ വിചാരങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊന്നും എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നാണ് നമ്മുടെ വിചാരം. കാരണം വേറെയാണ് ചിന്ത. ഈ വലത് കൈകൾ പിടിച്ചു വെച്ച് അതിനകത്ത് പെരുവിരലുകൾ കൂട്ടിച്ചേർത്ത് വൈദികൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, വെള്ളം ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട്, ശ്രദ്ധ, എനിക്ക് പെട്ടെന്ന് ഇത് പോകും. അതാണ് ഞാൻ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്കുള്ള ഒരു എന്തോ അറിയില്ല, അതിൻ്റെ ദുർഗുണമായിരിക്കും. പക്ഷെ കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഇതാകും. അപ്പോൾ എന്തായാലും ഇച്ചിരി വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ വൈദികൻ പറയും,
ശുഭേദിഥൗ ധർമ്മപ്രജാസമ്പത്തയേ ഏകവിംശതി കുലോത്തരണായ വരസ്യ പിതൃഹൃണമോചനായ ച കന്യകാദാനം അഹം കരിഷ്യേ. ഇത് പിതാവിനെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ഒരു വേദാന്തമാണ്. അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന പുരുഷനും സ്ത്രീയുമെന്ന് പറയുന്നത് ജനയിതാവായ പുരുഷൻ നട്ടല്ലായി ബാക്ക് ബോണായിട്ട് നിന്നുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇടയെന്നും പിങ്കളയെന്നും പറയുന്ന നാഡിയെ അതിനെ നിർത്തുവാൻ സുഷുമ്ന നാഡിയായി ചൈതന്യമായി പ്രവഹിക്കുന്ന സമയം. ആ മന്ത്രത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശുഭമായ ദിനത്തിൽ ശുഭമായ തിഥിയിൽ, അതിനൊക്കെ വേറെ ശാസ്ത്രങ്ങളുണ്ട്, നോക്കിയെടുക്കുന്ന അത് ജ്യോത്സ്യം നോക്കിയെടുക്കുന്നതാണ്. അതൊന്നും ഇപ്പം നമുക്ക് പ്രതിപാദ്യ വിഷയമല്ല. അങ്ങനെ ഉത്തമമായ മുഹൂർത്തം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശുഭേ ദിഥൗ ധർമ്മപ്രജാസമ്പത്തി. വെറും പ്രജാസമ്പത്തി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, വെറും പ്രജ ഉണ്ടാകാനാണ് എന്നല്ലല്ലോ പറഞ്ഞത്, വിത്ത് ധർമ്മ. അപ്പോൾ ധർമ്മത്തോടുകൂടിയ സന്താനങ്ങൾ ഉണ്ടാകാൻ ഏകവിംശതി, ഏകം 1, വിംശതി 20, 21 സാധനങ്ങൾ കൊണ്ട് കമ്പോണന്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരം ഞാനിതാ 21 കുലങ്ങൾ, ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും വിവാഹം കൊണ്ട് ഉണ്ടാകുന്ന ധർമ്മപ്രജാ സമ്പത്തിന്റെ ക്ഷയം വരുന്നത് 21ാമത്തെ കുലം കഴിയുമ്പോഴാണ്. മനസ്സിലാവുമ്പോൾ ഞാൻ പറഞ്ഞു, 21 തലമുറകൾ വരെ നീണ്ടു നിൽക്കുന്ന ഈ മഹാകർമ്മം വരസ്യ പിതൃഹൃണമോചനായ ച. മന്ത്രത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കൂ. അവിടെ പറയുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ 4 കടങ്ങളോട് കൂടിയാണ് ജനിക്കുന്നത്. ഋഷികടം, ദേവകടം, പിതൃകടം, മനുഷ്യകടം. അതിൽ വിവാഹത്തിന്റെ ധർമ്മം എന്താണ്? പിതൃകടമാണ്. കാരണം എന്താണ്? പുറകോട്ട് നോക്കി അച്ഛനെയും അച്ഛൻ്റെ അപ്പൂപ്പനെയും ഒക്കെ പഴഞ്ചാനയെന്ന് വിളിക്കുന്നവൻ ആരാണെങ്കിലും അവൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ്? ആ പഴഞ്ചാന്റെ പ്രോഡക്റ്റ് ആണ് 7ാമത്തെ തലമുറയിൽ എനിക്ക് കിട്ടിയത്. സെമിൽ നിന്ന് വന്ന 28 കെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കൃഷ്ണാവതാരം പറയാത്തതുകൊണ്ട് അത് വിഷയം വന്നില്ല. അങ്ങനെ 7ാമത്തെ തലമുറയിലേക്കും ഇത് കാത്തുവെക്കുന്ന ചന്ദ്രന്റെ സർഫസിലുള്ള ആ ദ്രവരൂപത്തിലുള്ള സ്വരൂപം ഭൂമിയിലേക്ക് വീഴുമ്പോഴാണ് ഉൽപ്പത്തിക്ക് ആവശ്യമായ എനർജറ്റിക് ആയിട്ടുള്ള ചൈതന്യം നമുക്ക് ലഭിക്കുന്നത്. ആയുർവേദ ഡോക്ടർ ഉണ്ടെങ്കിൽ മോനെ പെങ്ങൾ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം, ആചാര്യം പറയുന്നത് ശരിയാണോ തെറ്റാണോ. ഇത്ര നേരം സംസാരിച്ചു, എന്തായാലും ശരി. പറഞ്ഞു വന്നത് അങ്ങനെയുള്ള പരസ്യ പിതൃഹൃണമോചനം. ഹൃണം എന്ന് വെച്ചാൽ കടമെന്നാണ്. ഈ കടം തീരാൻ വേണ്ടി അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ അച്ഛനൊക്കെ ഉണ്ടാക്കി വെച്ച കടമൊന്നുമല്ല, പിന്നെന്താണ്? ഈ പിതൃകടം തീരാൻ വേണ്ടി കന്യകാദാനമഹം കരിഷ്യേ എന്നാലേ. കാരണം ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായാലേ എന്തുണ്ടാവുകയുള്ളൂ? നമ്മുടെ പിതൃകടം തീരുകയുള്ളൂ. മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞു ഇത്രയും. അപ്പോൾ വിവാഹമെന്ന് പറയുന്ന ആ സംസ്കാരം പൂർണ്ണമായിട്ടും നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെയാണ് 150 പവന്റെ സ്വർണം കൊടുത്തു, പിന്നെ പുരയിടമൊക്കെ എഴുതി കൊടുത്തു, കാറ് കൊടുത്തു, പിന്നെ പോക്കറ്റ് മണി കൊടുത്തെന്ന് പറയുക. കന്യാം കനകസമ്പന്നാം സർവാഭരണഭൂഷിതാം അല്ലേ ദാസ്യാമി വിഷ്ണവേ തുഭ്യം ബ്രഹ്മലോക ചികിത്സയ. ഇന്നെല്ലാം കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ഒക്കെ മിശ്രമായിട്ട് വിവാഹം നടക്കുന്നു. വെളുത്ത പക്ഷത്തിൽ മാത്രമേ വിവാഹം നടക്കാൻ നിയമമുള്ളൂ. പണ്ട് വിവാഹം നടക്കുന്നതിന് രാത്രി കാലങ്ങളിലായിരുന്നു. ആ സമയത്ത് നിൽക്കുന്ന വൈദികൻ മുകളിലോട്ട്, വെളുത്ത പക്ഷമാണല്ലോ, ചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയല്ലേ. അപ്പോൾ പുരുഷൻ നോക്കിയിട്ട് പറയും ധ്രുവവശ്യ, സ്ത്രീയെ നോക്കിയിട്ട് പറയും അരുന്ധരി വശ്യ. എന്താണ്? നീ അരുന്ധരിയെ പോലെ ഭർത്തൃമതിയായി ദീർഘകാലം സുമംഗലിയായി ജീവിക്കൂ. ധ്രുവനെ പോലെ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അതുപോലെ നീ ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് സാക്ഷി വെച്ചിരിക്കുന്ന ആരെയാണ്? ഇത് സാക്ഷി വെച്ചിരിക്കുന്ന ആരാണ്? ഇന്നിപ്പോൾ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫർമാരും തമ്മിൽ ഇടിയാണ്. കല്യാണം കാണാൻ വന്നിരിക്കുന്നവർക്ക് പോലും നല്ലോണം കാണാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ ആവശ്യമാണ്. കാരണം രണ്ടാമത്തെ മാസത്തിൽ നമുക്ക് കുടുംബ കോടതിയിൽ പോകണം. അപ്പോൾ എവിഡൻസ് വേണ്ടേ? ഇത് പിടിച്ചു വയ്ക്കണ്ടേ? അറിയുന്ന നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ആണോ? പക്ഷേ യഥാർത്ഥത്തിൽ എന്താ അവിടെ പറഞ്ഞത്? സാക്ഷി വിശ്വംഭര ധരാഭൂത്യ. വിശ്വംഭര എന്ന് പറയുന്ന ആരാണ്? ഭൂമി. നിന്റെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? അതുകൊണ്ട് അതിനെ തന്നെ ഞാൻ സാക്ഷിയാക്കിക്കൊണ്ട് വിശ്വംഭര ധരാഭൂത്യ സാക്ഷിന്യ സർവദേവത ഇമാ കന്യാം
പിതൂർണാം ഹൃണമോചനം എന്ന് പറഞ്ഞിട്ട് ആണ് ഈ ചരടെടുത്ത് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ ചരടെടുത്ത് ആ മംഗല്യസൂത്രം എന്ന് പറയുന്നത്. പപ്പടം പൊള്ളിച്ചാൽ അത്രയും ഉണ്ട് ഒരു താലി അല്ലേ? എത്ര പിടിയുണ്ട്? 14. അപ്പുറത്തെ രാധയ്ക്ക് എത്രയാ? 16. അപ്പോൾ എനിക്ക് എത്ര വേണം? 18. നിയമമുണ്ടോ? നിങ്ങൾ പറയൂ. ഇവിടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന സംസ്കാരം 3 ഇഴയുള്ള ഒരു ചരടെടുത്ത് എന്തായാലും വ്യക്തമായി പറയും. ചരടെടുത്ത് പച്ചമഞ്ഞൾ അരച്ച് അതിനകത്ത് മുക്കി അത് അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ട് ഉണക്കി അതിനകത്ത് ത്രികോണം പോലെയുള്ള ഒരു ചെറിയ താലി പൂജിക്കുമ്പോൾ താലിയുടെ അടിയിൽ ബ്രഹ്മാവ്, മധ്യത്തിൽ വിഷ്ണു, അഗ്രത്തിൽ ശിവൻ, ഇങ്ങനെ 3 സങ്കല്പത്തോടു കൂടി ചെറിയ ഒരു താലി അത് ഈ ആരും കാണാത്ത അപ്പുറത്ത് കൊണ്ടുവച്ച് കെട്ടുമ്പോൾ ഛായാഭഗവതി എന്ന് പറയുന്ന മായ മന്ത്രം കൊണ്ടവിടെ സംക്ഷിപ്തമായി തീരുകയാണ്. കാരണം ഇത് പോകുന്നത് അടയാളമാണ്. ആണോ? താലി. ഈ താലി എവിടെ ഇരിക്കണം? എവിടെയാ വയ്ക്കേണ്ടത്? ഇന്നത്തെ താലിയൊക്കെ എവിടെ കിടക്കുന്നു? ഇതാക്കുകയാണ്. ഇതിൽ തൂക്കാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ചൂലിക്കുരിങ്ങിന് വേണ്ടി പിന്നെ അരയ്ക്കുന്നതും ഇല്ലല്ലോ അമ്മിക്കല്ലിൽ. അല്ലെങ്കിൽ അത് താലിയൊക്കെ എന്നീ പോയി, കാരണം അത്രയും ദീർത്ത് കിടക്കില്ലേ. അപ്പോൾ ഈ താലി എന്ന് പറയുന്ന വസ്തു ഒരിക്കൽ പോലും പുറത്ത് കാണാൻ പാടില്ല. കാരണം വ്യക്തമായി തന്നെ ഞാൻ പറയുന്നു, ശിവാഗമം എന്ന് പറയുന്ന താന്ത്രിക ഗ്രന്ഥം വ്യക്തമായി നമ്മളോട് ഉപദേശിക്കുന്നു. ഇത് പാർവതി ദേവിയുടെ യോനി സങ്കല്പമാണ്. യോനി എന്ന് പറയുന്ന സാധനം ആരും പുറത്ത് കാണിക്കുന്നില്ല. ഞാൻ സെക്സായിട്ടൊന്നും വേഗമൊന്നും പറയുകയല്ല, അത് വളരെ രഹസ്യമാണ്. അപ്പോൾ അത്രത്തോളം നിഗൂഢമായ തത്വതലത്തിൽ ഇരിക്കുന്ന ഈ താലിയുടെ പ്രാധാന്യം മനസ്സിലാക്കി സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഇഴകൾ കൊണ്ട് രോഗാണുക്കൾ പോലും ഉണ്ടാവാതെ, അതാണ് പച്ചമഞ്ഞൾ, രോഗാണുക്കൾ പോലും അതിനകത്ത് ബാധിക്കാതെ പവിത്രമായി സൂക്ഷിക്കുവാൻ പറഞ്ഞ് താലി ഹൃദയസ്ഥാനത്ത് വയ്ക്കണം. 16 18 പിടിയുള്ളതൊക്കെ പിന്നെ നിങ്ങൾ ഇട്ടിട്ട് ആട്ടിക്കോ വേറെ ഏതെങ്കിലും താലിയുമായിട്ട്, ഒരു കുഴപ്പമില്ല. ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ വേണ്ടത് പിന്നെ നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു? ഇവിടെ ഇരിക്കുന്നവരെല്ലാം എത്ര കല്യാണം കഴിച്ചു? കുറച്ച് സമയമായി, പിന്നെ ഞാൻ അതേ പ്രസംഗമായി പോകും. പറഞ്ഞു അഭിപ്രായം പറഞ്ഞു. ഇല്ലെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കൂ. പഴഞ്ചാനെ നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു? ആചാരനൊന്നും വിളിക്കണ്ട, സാറേന്നും വിളിക്കണ്ട. ഞാൻ പഴയ കഥകൾ പറയുന്നതുകൊണ്ടാണ്, ആ വാക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു ചോദിച്ചു. പിന്നെ ഞാൻ തന്നെ ചോദിച്ചു, ധൈര്യമായിട്ട് ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. സാർ എത്ര കല്യാണം കഴിക്കാം? വിഷമാണെങ്കിൽ അങ്ങനെ വിളിച്ചോ. കാരണം ഞാൻ 9 കൊല്ലത്തിലെ ഭംഗിയായിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ പദത്തിന് അർഹനാണെന്ന് പറയാൻ പറ്റുന്നില്ല. ചെറിയൊരു അർഹതയുണ്ട് സാറിന്. അമ്മയാണല്ലോ എല്ലാത്തിനും ഉത്തരം പറയും. അമ്മ പറഞ്ഞോളൂ. ഞാനതല്ലല്ലോ ചോദിച്ചത്. ഞാനെത്ര കല്യാണം കഴിച്ചെന്നാണ് ചോദിച്ചത്. അതിന് അത് ചോദ്യം ചോദിക്കാനാണ് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഓരോ കല്യാണം കഴിച്ചിട്ടിരിക്കുന്നവരാണ്. സന്തോഷം, അത്ര സന്തോഷമേ ഉള്ളൂ ആ കാര്യത്തിൽ. കാരണം 2ാമതൊരു കല്യാണത്തിൽ പോകരുത് ആണ്. പക്ഷേ ചോദിച്ചില്ലെന്നോട് ചോദിക്കുക, സമയം കളയണ്ട. ഓള് പറ, ആചാര്യൻ എത്ര കല്യാണം കഴിച്ചെന്ന് ചോദിക്കാനോ? ഞാൻ 5 കല്യാണം കഴിച്ച ആളാണ്. ഞാൻ കറക്റ്റായിട്ടും 5 കല്യാണം കഴിച്ചവരാണ്. ഈ 1 കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആളും 5 കല്യാണം കഴിച്ചവരാണ്. എന്താണെന്ന് ചോദിക്കൂ. അതാണ് നമുക്ക് ആൻസർ ഉണ്ട്. 5 കല്യാണമാണ് നടക്കുന്നത്. ആദ്യത്തെ കല്യാണം കരപരിഗ്രഹണം, പ്രാണാവസാനവും പിരിഞ്ഞിടുമോ. ഏതാണ്? കെട്ടുതാലി വേണമെങ്കിൽ പൊട്ടിച്ചുകൊണ്ടുപോയി മറ്റവന് മദ്യമടിക്കാം, വെള്ളം കുടിക്കാം, പൊട്ടിച്ചെറിയാം. പക്ഷേ കരങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച ഈ മന്ത്രം മംഗല്യം തന്തുന അനേന മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തെറ്റുവരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അനേകം കല്യാണങ്ങൾ നടത്തി കൊടുക്കാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മംഗല്യം തന്തുന അനേന മമ ജീവനഹേതുന. മന്ത്രം അതാണ്. മംഗല്യം തന്തുന അനേന മമ ജീവിത ഹേതുന കണ്ഠേ ബദ്ധാമി സുഭഗേ കണ്ഠേ ബദ്ധാമി സുഭവി ത്വം ജീവശരശരം. 100 വർഷം നീണ്ടു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ കർമ്മത്തിലെ ആദ്യത്തെ കല്യാണം കരപരിഗ്രഹണം, 2ാമത്തെ കല്യാണം മാലയിടിയിൽ, 3ാമത്തെ കല്യാണം പറയുന്ന മനസ്സിലാക്കണുണ്ടോ? അവിടെയും തീർന്നില്ല. 3ാമത്തെ കല്യാണം മംഗല്യസൂത്രം, 4ാമത്തെ കല്യാണം മന്ത്രകോടി, 5ാമത്തെ കല്യാണം എൻഗേജ്മെന്റ്.
ഇപ്പോഴത്തെ എൻഗേജ്മെൻറ്റ് അപരിഷ്കൃതമാണ്, പറയാൻ പറ്റാത്തതാണ്. കല്യാണത്തിനേക്കാൾ മോഡിഫൈ ചെയ്തുകൊണ്ട് അത് ഫോട്ടോയും ഒക്കെ എടുത്ത് വീഡിയോയും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, കല്യാണത്തിന് തകരാറുണ്ടാകും. കാരണം അഞ്ചാമത്തെ കല്യാണം എന്ന് പറയുന്നത് മോതിരം കൈമാറലാണ്. പുരുഷന്റെ വലത് കൈയിലെ മോതിര വിരലിലും സ്ത്രീയുടെ ഇടത് കൈയിലെ മോതിര വിരലിലുമാണ് നാമാങ്കിതമായ, ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾക്ക് ആവശ്യമായ കാര്യമാണ്, നാമാങ്കിതമായ ഇടത് കൈയിലും വരണം. എന്താ കാരണം? നമ്മൾ ഈ 5 കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന വായു പ്രാണൻ, ആ പ്രാണനാണിത്. അപാനൻ ഇത് പറയുന്നത് മനസ്സിലാവും. ഉദാനൻ കഴുത്തിൽ കെട്ടുന്നത്. 5 വായു, 5 വായു. ഒരു വായു നിന്ന് പോയാൽ നമ്മൾ ഇവിടെ വെക്കണ്ടേ? വെന്റിലേറ്റർ വെക്കണ്ടേ? കൊണ്ടുപോകണ്ടേ? ഇത് പൂർണ്ണമായിട്ട് റേഷ്യോ അനുസരിച്ച് നിന്നാലല്ലേ നമുക്ക് ഇവിടെ അല്ലേ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യാനൊക്കെ, ബ്രീത്ത് ചെയ്യാനൊക്കെ ഉള്ളൂ, ബ്രീത്തിങ് നടക്കുകയുള്ളൂ. ആണോ? അപ്പോൾ ഈ 4ാമത്തെ കല്യാണം, ഈ കല്യാണ ദിവസം അല്ലാതെ എൻഗേജ്മെന്റ് നടത്തുമ്പോൾ ഈ മോതിരം കൈമാറിയാൽ 5ാമത്തെ കല്യാണത്തിന് എന്ത് ചെയ്യും? 5ാമത്തെ വായു എന്ത് ചെയ്യും? എവിടെ പോയിരിക്കും നിങ്ങൾ പറയൂ? പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. അവസാനത്തെ വായു എവിടെ പോയിരിക്കും? പോയിരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നിങ്ങൾ കോടി കോടി സ്വത്തുക്കൾ കൊടുത്താലും ശരി, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മകളുടെ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ, മകന്റെ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ നിശ്ചയത്തിന് മോതിരം ഇടരുത്, പകരം ബ്രേസ്ലെറ്റോ വളയോ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ടു. വരുമ്പോൾ തന്നെ പറയണം 4ാമത്തെ വിവാഹം, 4 വിവാഹമേ ആകുള്ളൂ, അത് വിവാഹമല്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമുക്ക് തെറ്റിപ്പറ്റി, എനിക്കും ചെയ്യാൻ പറ്റില്ല. ഞാനും വന്ന് ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെയാണ് ഈ അറിവൊക്കെ വന്നത്. അപ്പോൾ ആ അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഹിന്ദുക്കൾ അറിയണ്ടേ? ഹിന്ദുക്കൾ ആചരിക്കണ്ടേ? ആണോ അല്ലയോ? അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. 5 കല്യാണമായില്ലേ? ഏത് കൈപിടിച്ചു, മാലയിട്ടു, സൂത്രം ധരിപ്പിച്ചു, മന്ത്രകോടി കൊടുത്തു, അവസാനത്തെ മോതിരം കൈമാറി. അത് ഇവിടെ പറഞ്ഞ് നിർത്തുകയാണ്. കാരണം എനിക്ക് പോയി കഴിഞ്ഞാൽ സമയം പോകും. ഈ ഇടത് കൈയിലും വലത് കൈയിലും ഈ മാറി എന്താണ്? ഇടത് കൈയിൽ സ്ത്രീകൾക്ക്, ചില സ്ത്രീകളുടെ ഒക്കെ വലത് കൈ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നോക്കിയതല്ല, യാർച്ചയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വലത് കൈയിൽ പാടില്ല. വലത് ഭാഗം തന്നെ സൂര്യൻ്റേതാണ്. മനസ്സിലായില്ലേ? പുരുഷൻ സൂര്യൻ്റേതാണ്, സ്ത്രീ ചന്ദ്രഭാഗമാണ്. അത് അവൾക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. വേണ്ടത് എന്താണോ പാകത്തിന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ താത്വികമായും പ്രായോഗികമായും വേണ്ടതെല്ലാം വെച്ചിരിക്കുന്ന ഈ സംസ്കാരം നിങ്ങൾ ഇന്ന് പുതിയതായിട്ടായിരിക്കും കേട്ടതെന്ന് എനിക്കറിയാം. ആണോ അമ്മ? ആണ്. കൈവൊക്കെ സമ്മതിക്കും. അപ്പോൾ പുതിയതായിട്ട് കേട്ടതല്ല, ഇത് പുതിയത് തന്നെയാണ്. ആണോ? അതും പോയിട്ട് ഈ കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകുമല്ലോ. വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ അതിനു മുമ്പ് തന്നെ ഈ മണ്ഡപത്തിൽ, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മണ്ഡപത്തിൽ അമ്മ വിളക്ക് കൊടുക്കുന്നൊരു പതിവുണ്ടോ? ഇവിടെ ഇല്ല. നന്നായി. കാരണം വിളക്കെന്ന് പറയണമെങ്കിൽ അത് എണ്ണയൊഴിച്ച് തിരിയിട്ട് ദീപമാകണം. അപ്പോൾ കൊടുക്കുന്നത് എന്താ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ വിളക്കെന്ന് പറയുമ്പോൾ വിളക്കാവില്ലത്, ആകുമോ? കാരണം ഇപ്പോൾ വിളക്കിൽ എണ്ണ ഒഴിക്കാൻ പറ്റില്ല. സാരി 46,000 രൂപയുടെ സാരിയാണ്. എണ്ണ വീഴോ ഇല്ലയോ? ഇല്ല, പോട്ടെ. എന്തായാലും ശരി, അതിവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് ഒരാളും കാത്തു നിൽപ്പുണ്ട്. ആരാണ്? ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ആൻറ്റി, അല്ലെങ്കിൽ അമ്മായി അമ്മ. അമ്മയെന്ന് പറയാൻ മടിക്കുന്നു. എന്താ കാരണം? അമ്മയെന്ന് പറയാൻ പഠിക്കണം. പൂർവ്വ സംസ്കാരത്തിൽ നിന്നും അടുത്ത സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഈ ദിജത്വം ഉണ്ടാകുന്നത് പോലെ ആ 2ാമത്തെ അമ്മയാണ്. അതും അല്ലേ? അമ്മയാണത്. ആ അമ്മയാണ് 5 തിരിയുള്ള ഭഗവാനെ, അമ്മേ നാരായണ. അമ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ ആരാധന വന്നു. ആ സമയം പോലെ തന്നെ വന്ന് ഭവിക്കുകയാണ്. വിവാഹം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിവാഹം 5ാമത്തെ ദിവസം, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഈ വിവാഹത്തിന് വേണ്ടി സമർപ്പണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയും കുടുംബവും ഇവിടെ ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അത് കുലദൈവങ്ങളെ പൂജിക്കുന്നവർക്ക് എന്ത് പ്രതിബന്ധമുണ്ടായാലും അവർക്ക് അത് മാറ്റിക്കൊടുക്കുമെന്നുള്ള ചിന്തയാണ്. അപ്പോൾ ആ ചിന്തയോടുകൂടി നമ്മൾ എത്ര തീരുമാനിച്ചാലും ചിന്തിച്ചാലും നടക്കാത്ത ഒന്നാണ്
ഈ കാര്യങ്ങളൊക്കെയും ഒരു വീടുണ്ടാക്കുക, ഇത്തിരി ഭൂമി വാങ്ങിക്കുക, ഒരു വിവാഹം നടക്കുക എന്നുള്ളതൊക്കെയും അത് ഈശ്വര നിശ്ചയം പോലെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കുലദൈവങ്ങളെ പൂജിക്കുക. അപ്പോൾ എന്തായാലും ഈ 5-ാമത്തെ ദിവസം ഇത്രയും ശ്രേഷ്ഠമായി, നമ്മൾ ആളിത്തിരി കുറവാണെങ്കിൽ പോലും ശ്രേഷ്ഠമായി ഈ കർമ്മം ഈ കൃത്യമായ സമയത്ത് നടത്താൻ അതിനുവേണ്ടി സമർപ്പണം നടത്തി അവർ വളരെ ദൂരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ആ സമയത്ത് കൃത്യസമയത്തിന് മുമ്പ് എത്തിച്ചേർന്നു. അവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്താണ് മനസ്സിൽ ഉള്ളത് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മകൻ നക്ഷത്രമായതുകൊണ്ട് ചെറിയ ഒരു സമയത്തിൻ്റെ ഇറ്റ് ഈസ് ടൈം വിച്ച് ഡിസൈഡ് ദ ടൈം, കാലവും സമയമാണ് നമ്മൾ നയിക്കുന്നത്. കേതൂർ ദശയിലെ ജനനമാണ്. ശുക്രൻ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. കേതൂർ ദശ 3 കൂട്ടിയാലും കേതൂർ ശുക്രൻ 23, ആദിത്യൻ ദശയായിരിക്കണം 29 ഇപ്പുറമാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ആദിത്യൻ്റെ ചരരാശി ഇത്തിരി മോശമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 17 കഴിയുമ്പോൾ അത് കൃത്യമായിട്ടും 8-ൽ നിന്ന് 9-ലേക്ക് വരും. ആ സമയത്ത് ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ. പക്ഷേ നമുക്ക് അപേക്ഷ, അതിൻ്റെ ഡെഡിക്കേഷൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അതിൻ്റെ ശരിക്കുമുള്ള ഒരു ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡിറ്റാച്ച്മെൻറ്റ്, ഡിസ്ക്രിമിനേഷൻ, ഡിറ്റർമിനേഷൻ ഇതൊക്കെ ഉണ്ടാവണം. അല്ലാതെ കാര്യലാഭത്തിന് വേണ്ടി മാത്രം നമ്മളാരും, ഞാനും നിങ്ങളും ആരും ഭരിക്കരുത്. നമ്മൾ അവിടെ സമർപ്പിക്കുക. പൂർണ്ണ ശരണാഗതി നടത്തിയാൽ തീർച്ചയായിട്ടും ലക്ഷ്യമാക്കിയത് എന്താണോ അടുത്ത യജ്ഞം ഭഗവാനെ ശാസ്താവി ഇവിടെ നിന്നാൽ മതി. അവിടുത്തെ കഥയാണല്ലോ ഇവിടെ പറയുന്നത്. അടുത്ത വർഷം ഈ സമയത്ത് ഇതിനു മുമ്പായി ആ കാര്യം നടന്നിരിക്കും. ഇല്ലെങ്കിൽ പറയുന്ന അതും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യമാണോ എന്ന് പറഞ്ഞാൽ, ഈ എൻ്റെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണം എല്ലാം ഞാൻ ഇവിടെ ഊരി വെച്ചിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ ഒരു ഫോട്ടോ പിടിപ്പിച്ച് മുത്തുക്കൊടയും പിടിച്ച് പേപ്പറിൽ ഫോട്ടോ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലാകുന്നു ഞാൻ പറഞ്ഞത്? ഇതുവരെയും ഈ പീഠത്തിലിരുന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും പാഴായി പോയിട്ടില്ല. അത് ബാബുരാജിൻ്റെ ക്വാളിറ്റി അല്ല, പകരം ഭഗവാന്റെ അവദാനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് അതിനെ മാത്രം മനസ്സിൽ നിർത്തിക്കൊണ്ട് മറ്റ് യാതൊരുവിധമായ ചിന്തയുമില്ലാതെ മനോവൃത്തിയോടുകൂടി തന്നെ സങ്കല്പിച്ച് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അതിലും ചില പുഴുക്കളുണ്ടാകും. ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അല്ലേ? കുടം പോലെയുള്ള അകിടിനകത്ത് എത്ര പാലിരുന്നാലും കൊതുക് വന്ന് കുടിക്കുന്നത് ചോരയാണ്. അതുകൊണ്ട് ഭാഗീയമായൊരു ചിന്താഗതി ഇല്ലാതെ ആ ഡെഡിക്കേഷൻ നമുക്കുണ്ടാവണം, പൂർണ്ണ ശരണാഗതി ഉണ്ടാകണം. എല്ലാ വളർന്നു വരുന്ന സമൂഹത്തിൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഒരാൾക്ക് മാത്രമല്ല, അവരുടെ സമർപ്പണം. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും, കുലദൈവങ്ങളെ പൂജിക്കുന്നവർക്കെല്ലാം അതിനകത്ത് പണമല്ല നിദാനം. മണി ഈസ് വാട്ട് മണി ഡസ്. പണമല്ല നിദാനം. പിന്നെന്താണ്? നമ്മുടെ മനസ്സാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഒരു പൂജയ്ക്കിരുന്നാലും ഈ പീഠത്തിലിരുന്നാലും ഒരു തോർത്തെടുത്തോണ്ടിരുന്നാലും ഇതെല്ലാം നടക്കും മനോവൃത്തി ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്കുണ്ടാവേണ്ടത് മനോവൃത്തിയാണ്. ഈ മാല എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഈ വന്നിരിക്കുന്ന മോനും അതുപോലെ മറ്റ് ഇനി വിവാഹപ്രായമൊക്കെ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളും സങ്കല്പിച്ച് മനസ്സും നന്നായി പറയുക. നടക്കേണ്ടവർ പറയുക. പിന്നെ എനിക്ക് 2 കൊല്ലം കാര്യം മതിയെന്ന് പറഞ്ഞാൽ അവർ പറയണ്ട, അത് 2 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിത്രയും സങ്കല്പത്തോടു കൂടി ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ രക്ഷകർത്താവ് ആരാണ്? കുഞ്ഞിൻ്റെ ഇതിൻ്റെ രക്ഷകർത്താവ് അല്ല, അമ്മയ്ക്ക് അല്ല, അത് ഇത് നമ്മുടെ രുക്മിണിയായിട്ട് വന്ന മോളുടെ ഇങ്ങോട്ട് കയറി, അമ്മാവൻ കയറിക്കോ, വിദ്യാശാലയിട്ടോ, ഷർട്ടൊക്കെ ഊരിയിടും. പിന്നെന്താ എത്ര വയസ്സിപ്പോൾ എത്രയുണ്ട് മാഡം? ഇനിയിപ്പോൾ ആര് കാണാൻ? അപ്പോൾ നമ്മുടെ എന്നേക്കാൾ എത്രയാണ്? 14 വയസ്സിനുള്ളതാണ് അല്ലേ? 55 അപ്പോൾ 14 വയസ്സിനുള്ളതാണ്. പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സംസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവേണ്ടത് മനസ്സിൻ്റെ വൃത്തിയോടുകൂടി പ്രാർത്ഥനയാണ്. അത് എപ്രകാരമായിരിക്കും? പുഷ്പം വേണമെന്നുമില്ല. മനമലർ കൊയ്താണല്ലോ മഹേശ പൂജ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞില്ലേ ഗുരുദേവൻ? മനമലർജി. അപ്പം മനസ്സുകൊണ്ടുള്ള പുഷ്പം നമ്മൾ സമർപ്പിക്കുക. ആ സമയത്ത് അന്യചിന്തകളൊന്നും മനസ്സിൽ വരരുത്. അതും അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞതിന്. എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല.
മാല തന്നെ വരാനുള്ള കാരണം മാല ശബ്ദത്തിൻ്റെ പ്രതീകമാണ്, പുഷ്പത്തിൻ്റെ പ്രതീകം. പൂജാരികൾ പൂജിക്കുമ്പോൾ പറയുന്ന മന്ത്രം ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. അപ്പോൾ പുഷ്പത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രതീകമാണ് പുഷ്പം. അപ്പോൾ പുഷ്പം ഇല്ലെങ്കിലും ഭഗവാനെ ആരാധിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ മാല രക്ഷാകർത്താവായിരിക്കുന്ന വ്യക്തി ഗാർഡിയൻ ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അത് ആചാര്യൻ വാങ്ങി നിങ്ങളോടും ഇങ്ങനെ അത് കാണിച്ചിട്ട് വിഗ്രഹത്തിലേക്ക് ശാന്തികളുടെ കൊടുക്കും. ആ സമയത്ത് വിഗ്രഹത്തിലേക്ക് വീഴുന്ന സമയത്ത് മനസ്സ് അതിനകത്തായിരിക്കണം എന്നിവിടെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കർമ്മം സമാരംഭിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ഹരേ രാമ ഹരേ രാമ. ദ്വാരകാപുരി നന്നായി ശോഭിപ്പിച്ചലങ്കരിപ്പിച്ചാരോട് മോദത്തോട് ദ്വാരകാവാസി ജനമോ ഏവരും ഒരുമിച്ച് നിന്ന് എതിരേറ്റുകൊണ്ട് ആദരവോട് ചെയ്തു. ചിത്രാതിസക്തികളും എങ്ങനെയെന്നാണ് എല്ലാം അങ്ങനെ തന്നെ ബ്രഹ്മചര്യ അസമർച്ചയെ കൈവിട്ട് ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ. मंगल
ധ്യാനം